ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്നൊരു വെറൈറ്റി കൃഷി രീതിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എൻ്റെ നാട്ടിൽ കുറച്ച് ജെണ്ടുമല്ലിയും ഉൽപ്പാദിപ്പിച്ചേക്കാമെന്ന് വെച്ച് ഒരു കൃഷിക്കൂട്ടം തന്നെ മുന്നിട്ടിറങ്ങി അത് വിജയിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ചിങ്ങമായി കഴിഞ്ഞപ്പം അവർക്ക് പൂവിന് നല്ല വിപണി കിട്ടുമെന്നൊരു സാധ്യതയിലോട്ട് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പം ഈ പ്രാവശ്യം വയനാട് ദുരന്തത്തെ തുടർന്ന് ഓണം ആഘോഷം അങ്ങനെ ഒത്തിരി ഇല്ല എന്ന് പറയുന്നു. എങ്കിൽ പോലും നല്ലൊരു വിപണന സാധ്യത അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേട്ടോ ഈ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയിരുന്നത്. ഇപ്പം അത് നല്ല മഞ്ഞ പരവതാനി വീശി കിടക്കുക ഒരു 2.5 ഏക്കർ സ്ഥലത്തെ കൃഷിയിടം. അപ്പം അതിനു വേണ്ട എല്ലാ സപ്പോർട്ടുകളും കൃഷിഭവനിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ CDSൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു മഞ്ഞ പരവതാനി വീശി കിടക്കുന്ന ആ ഒരു നെൽപ്പാടം നമുക്ക് കണ്ടാലോ ഒന്ന്. അപ്പം അതിൻ്റെ ഒരു വിശേഷം പറയാനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. അത്തം മുതൽ 10 ദിവസത്തേക്ക് നമ്മളെല്ലാവരും അത്തപ്പൂക്കളം ഇട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് തൊടിയിലും അതുപോലെ തന്നെ തൊട്ടുപ മുറ്റത്തുള്ള പൂച്ചെടികളും പറിച്ചിട്ടായിരുന്നു. പക്ഷേ ഇന്നും മലയാളികൾ ഓണം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ കർണാടകയിൽ നിന്നുമുള്ള കൃഷി ചെയ്തേക്കണ പൂക്കൾ കൊണ്ടുവന്നിട്ടായിരുന്നു മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. അതിപ്പം നമ്മുടെ നാട്ടിലും സുലഭമായി ചെണ്ടുമല്ലിയും അതുപോലെ കുറേ പലവിധ പൂച്ചെടികളും നട്ടുപരിപാലിച്ചും ഒത്തിരിയേറെ സംഘങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു വിജയഗാഥ എന്നിട്ടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി എൻ്റെ ചാനൽ കൂടെ ഒന്ന്